കേരള കോൺഗ്രസ് മാണി ബാലകൃഷ്ണപിള്ള ജോസഫ് വിഭാഗങ്ങളിലായി 4 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ച ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജിനെയാണ് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമുയർത്തി എൻഡിഎ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശക്തമായ മത്സരം നടക്കും. ജനങ്ങളല്ല വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കും. ഈ നിലമ്പൂർ വികസിത നിലമ്പൂരാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഇവിടുത്തെ വന്യമൃഗ ശല്യം കൊണ്ട് ഇവിടുത്തെ കുടിയേറ്റക്കാരും മൊത്തം ജനങ്ങളും ബുദ്ധിമുട്ടാണ്. വികസിത നിലമ്പൂരാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പരിഗണന കിട്ടും. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല, നല്ല പരിഗണന കിട്ടും. എന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയായിട്ട് വേണമെങ്കിൽ കാണാമല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കാണ്. ഞാൻ KSCയുടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥിയുമായ KSC മുതൽ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ MBM ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു. അത് കഴിഞ്ഞ് മമ്പാട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ KSCയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയി, സംസ്ഥാന സെക്രട്ടറി ആയി. ഞാൻ വളരെയേറെ കാലം കേരള കോൺഗ്രസ് കൊണ്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ കേരള കോൺഗ്രസുകളിലെ പിളർപ്പ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ 4-5 കഷ്ണമായല്ലോ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനിടെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. നിലമ്പൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു.